സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് പിമ്പിൾസ് വരും ഈവൻ ദോ വീക്ക്ലി വൺസ് യൂസ് ചെയ്താലും നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ സാലിസിലിക് ആസിഡ് 2% പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് 1%ലോട്ട് മാറ്റാം. രണ്ടാമത് നമുക്ക് സാൻഡ്വിച്ച് മെത്തേഡിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ലെയർ നിങ്ങൾ ഒരു ലൈറ്റ് വെയ്റ്റഡ് സിറംസോ അതല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസറോ ഫോളോ അപ്പ് ചെയ്യാം. അതായത് നയാസിനമൈഡ് സിറമോ അതല്ലെങ്കിൽ ഏതെങ്കിലും നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസറോ ഫോളോ അപ്പ് ചെയ്യാം. ദെൻ നിങ്ങൾ സാലിസിലിക് ആസിഡ് അതിന്റെ മുകളിൽ വീണ്ടും മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഡാം ആയിരിക്കുന്ന സ്കിൻ, അതായത് വെറ്റ് ആയിട്ടിരുന്ന സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. സാലിസിലിക് ആസിഡ് അല്ലെ ഏത് സിറം യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഓൾ ഇൻ ഓൾ നിങ്ങളുടെ സ്കിന്നിന് അലർജി തരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആയിരിക്കും. അപ്പൊ അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡോട്ട് ഓൺ കൺബോക്സിൽ ചെക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ നെയർ കെയർ ഇടിക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.